അപ്പൊ അതാ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ പെണ്ണതാ എക്കട്ടം വിട്ടിട്ടാണ് കേട്ടോ കരയണത്. അതാണ് കരഞ്ഞത്. അപ്പൊ ദീദി ഒന്നും നോക്കിയിട്ട് പെണ്ണിന്റെ കരച്ചില് മാറണില്ല കേട്ടോ. അപ്പൊ ഞാൻ എടുത്തതാണ്. ഇതാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം. എനിക്ക് ഭയങ്കര മടിയിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മ എല്ലാം സെറ്റ് ചെയ്ത് ഇരിക്കുമ്പോത്താനും കുഞ്ഞിങ്ങനെ കിടന്ന് കരച്ചിൽ തുടങ്ങും. ഓ ഓ ഓ ഓ ഓ വീഡിയോ എടുക്കട്ടേന്ന് ഉമ്മ വീഡിയോ എടുക്കണ്ടേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിം നിയാസ്. അപ്പം കണ്ടില്ലേ, ഇപ്പം മുമ്പ് കണ്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി ഇരിക്കുമ്പോഴുള്ള അംഗമാണ് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലിട്ടാ. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നതിന് മുമ്പ് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേനും പെണ്ണ് എണീറ്റ് അതിപ്പോൾ ആ പെണ്ണിന് ഫീഡൊക്കെ ചെയ്ത് ഒരു കണക്കിന് ഞാൻ ഉറക്കി തൊട്ടിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇപ്പം തന്നെ എണീക്കും. അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എന്താണ്, ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് കല്യാണത്തിൻ്റെ 2-3 ദിവസമായിട്ട് ഞാൻ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസൊക്കെയാണ്. അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന കമൻസിനുള്ള ഒരു റിപ്ലൈ തരാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഡയറക്ഷൻ ഒന്ന് മാറി ഇരുന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് പുറത്തുനിന്നുള്ളൊരു പിന്നെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം പുറത്തുനിന്നുള്ള വെട്ടത്തിലൊരു ഇതിൽ ചെയ്ത കുറച്ച് ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ക്ലാരിറ്റി ഭയങ്കര കുറവാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഈ അടുത്ത് വന്നേക്കുന്ന ഒരു പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എടുക്കുന്ന ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ തീരാറായി നമ്മൾ ഓക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. പിന്നെയും 2ാമതും 3ാമതൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഓക്കെ ആയിട്ട് പറഞ്ഞത്. അപ്പം അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്. ഫോണൊക്കെ ഒന്ന് റീസെറ്റൊക്കെ ചെയ്ത് ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. അതാണ് ക്ലാരിറ്റി കുറവ് വരുന്നത് കേട്ടോ. പിന്നെ എന്താണ്, എൻ്റെ അടുത്ത് കല്യാണ വീഡിയോ ചോദിച്ച ആരുടെയാണ് കല്യാണം, കുട്ടിക്ക് എത്ര ദിവസമായി, കുട്ടിക്ക് എന്തോരമായി, പിന്നെ എൻ്റെ വെയിറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള മറുപടിയൊക്കെയാണ് തരാമെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പെണ്ണെണീറ്റ് ഞാൻ അപ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തും വീഡിയോ. അപ്പം അങ്ങനെ വീഡിയോ നിർത്തിയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടിയാവും. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒരു വെട്ടവും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എണീറ്റ് പോയി എന്തെങ്കിലും പണി ചെയ്തിട്ട് പിന്നെ വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സമയം കിട്ടിയ ഫോണിൽ കളിച്ച് അവിടെ കിടക്കാന്നുള്ള ഒരു ഇതിലാണ് പോണത്. അപ്പം നമുക്കിനി വേഗം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് എത്ര ദിവസമായി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 64ാമത്തെ ദിവസമാണ്. തിങ്കളാഴ്ച വന്നപ്പോഴാണ് കറക്റ്റ് 2 മാസം ആയത് കേട്ടോ. നമ്മൾ ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 64ാമത്തെ ദിവസമാണ്. 2 മാസം അൽഹംദുലില്ലാ കുഞ്ഞിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പ്രായം ആയതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ പോയപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ കുറുക്ക് കൊടുക്കണ പ്രായം, ഫുഡ് കൊടുക്കണ പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ വിശന്നിട്ട് കരയുക. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും കല്യാണത്തിന് പോയപ്പോൾ കുഞ്ഞിനെയും കൂടി എനിക്ക് ഉണ്ടായില്ല കേട്ടോ. കാരണം ഒന്ന് ചിണങ്ങണ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നോ ഒന്ന് ഫീഡ് ചെയ്യുക. കുറച്ച് നേരം ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അവൾ ഓക്കെ ആയി. പിന്നെ ആരെങ്കിലും കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഇതിനിങ്ങനെ എൻജോയ് ചെയ്ത് നന്നായിട്ട് കല്യാണം കൂട്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 64ാമത്തെ ദിവസമാണ് കേട്ടോ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കല്യാണം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പച്ചീൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണമായിരുന്നു. വെള്ളി, ശനി, ഞായർ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ മുമ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ പോയി കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ വാപ്പച്ചിയുടെ അനിയൻ്റെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഹൽദിയുടെ, മെഹന്തി നൈറ്റ്, വെഡ്ഡിങ് ഡേയുടെ ഒക്കെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെന്താ, പിന്നെ എൻ്റെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണില്ല ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് വെയിറ്റ് വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യണില്ല. പക്ഷെ കണ്ടിട്ട് കല്യാണത്തിന് വന്നിട്ട് എല്ലാവരും എന്നെ കണ്ടിട്ട് ഭയങ്കര വണ്ണം വെച്ച് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞ് എന്നെ സങ്കടമൊക്കെ പെടുത്തി. പക്ഷെ കുഴപ്പമില്ല. അപ്പം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയും, അതിനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എണീറ്റല്ലേ ഉള്ളൂ, അപ്പം നന്നായില്ലെങ്കിൽ അത് മോശമല്ലേ, ക്ഷീണിച്ചാലും കുറ്റമായിരിക്കും, നന്നായാലും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഇത് തോന്നല, എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെയാണ്. വണ്ണമുള്ളവർക്ക്
നമുക്ക് തോന്നൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നണമൊന്നുമില്ല. എനിക്ക് ഭയങ്കര വണ്ണമുണ്ടെന്ന് തോന്നുന്നു. ഓവർ വണ്ണമൊന്നുമല്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സ്കെൽറ്റ് മെലിഞ്ഞിരുന്ന ഞാൻ ഇങ്ങനെ വണ്ണം വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കാമല്ലോ. പിന്നെ ഇതിപ്പോൾ തന്നെ പോകും, എൻ്റെ വണ്ണം പെട്ടെന്ന് പോകും. ലതാക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ലതാക്ക് ഇതിനും വണ്ണം ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഡെലിവറി കഴിഞ്ഞ നീറ്റപ്പോൾ. പക്ഷെ പെട്ടെന്ന് പോയിട്ട് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. എത്രയാണ് വെയിറ്റ് എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അപ്പം എനിക്കറിയില്ല എന്തോരം വെയിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ പഴയ ഡ്രസ്സുകൾ ഒന്നും എനിക്ക് പാകാവണില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടീഷർട്ടൊക്കെ നോക്കിയിട്ട് കുറേ നടന്നിട്ടോ. അപ്പം ഞാൻ ലാർജ് സൈസാണ് എടുക്കാറ്. അപ്പം ലാർജ് പാകമല്ല, എക്സൽ പാകമല്ല, ഡബിൾ എക്സൽ എനിക്ക് കിട്ടിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോരം വെയിറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കടയിൽ ചെന്നാലും എനിക്കിപ്പോൾ ഡ്രസ്സ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം എനിക്ക് മനസ്സിലായി വെയിറ്റ് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ഫീഡ് ചെയ്യണ സമയമാണ്. എനിക്കിപ്പോൾ വെയിറ്റ് വെച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. യഥാർത്ഥി വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഈ വീഡിയോയുടെ ഇടയിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. ഞാൻ പറയാൻ വന്നതും വിട്ടുപോകും. നേരത്തെ എന്താ പറഞ്ഞതെന്നുള്ളതൊക്കെ അങ്ങോട്ട് പോകട്ടോ. അപ്പം എന്താണ് വെയിറ്റിൻ്റെ കാര്യം. വെയിറ്റ് കൊച്ച് ഫീഡ് ചെയ്യണ സമയമാണ്. നമ്മൾ മാക്സിമം വെയിറ്റ് വെച്ചാലും ഒരുപാട് വെയിറ്റ് വെച്ചാലും ഒന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം 2 വയസ്സിനും ഫീഡ് ചെയ്യാനുള്ളതാണ്. ആ സമയമാകുമ്പോൾ കൊച്ചിൻ്റെ പുറകിലൊക്കെ നടന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെയിറ്റ് കുറയും. അതിന് വേറെ ഡയറ്റ് ചെയ്യേണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് കട പറയാം എനിക്ക് ജിമ്മിൽ പോണേക്കാക്ക എൻ്റെ വെയിറ്റ് ഒന്ന് കുറക്കണം, എനിക്ക് ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പറയും. പക്ഷേ ഞാൻ അങ്ങനെ തിന്നാണ്ടിരുന്ന് വെയിറ്റ് കുറയ്ക്കാൻ അങ്ങനെയില്ല. കാരണം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന കൊച്ചിന് പാല് കിട്ടൂല. പിന്നെ അത് നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ആകും. അപ്പം നമുക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എണീറ്റിട്ട് കുറച്ച് വെയിറ്റ് വെച്ചെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ വെച്ചിട്ട് എൻ്റെ ഫേസ് പെട്ടെന്ന് വലുതാകും. ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ എൻ്റെ ഫേസിലേക്കാണ് പോണേന്ന് തോന്നുന്നു. അതാണ് മെയിനായിട്ടുള്ള എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബോഡിയിലും എനിക്ക് പെട്ടെന്ന് ഫേസ് തന്നെ ഭയങ്കരമായിട്ട് വലുതാകും. അതാണ് എനിക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ബോഡി വണ്ണം വെക്കണ കൊണ്ടൊന്നിട്ടും കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് ഇതൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ വെക്കും, സ്വാഭാവികമാണല്ലോ. അത് തനിയെ കുറേ തന്നെ ചെയ്യും. അപ്പം എനിക്ക് വെയിറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ടൈമിൽ എനിക്ക് വണ്ണം വെച്ചില്ല. ഇപ്പോഴാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് വണ്ണം വെച്ചതെന്ന്. പക്ഷെ അല്ല, ഡെലിവറി ടൈമിലും എനിക്ക് അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല. ഒരു 80 kg ആണ് ഞാൻ കയറാൻ നേരത്ത് കേട്ടോ. എനിക്ക് വെയിറ്റ് അത്യാവശ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ കുറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ അടുത്ത് തന്നെ എനിക്കൊന്ന് പോയി നോക്കണം, എന്തോ ഒരു വെയിറ്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പം അതൊക്കെയാണ് വെയിറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ എനിക്കിനിപ്പോൾ എക്സാം വന്നിട്ട് അടുത്ത മാസം എൻ്റെ എക്സാം തുടങ്ങുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ കേട്ടോ ഇപ്പോൾ. കാരണം ഇങ്ങനെ ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വെച്ചോണ്ടിരുന്ന് ഇപ്പോൾ അത് എക്സാം ആവാറായിട്ടോ. ഞാൻ പൈസ കൊടുത്ത് റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 14,500 കൊടുത്താണ് നമ്മൾ രണ്ടാമത് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ആഡ് ആക്കുള്ളൂ. ആ പൈസ ഇക്കാക്ക് കൊടുത്ത് റിവിഷൻ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്ന് കിടക്കും. ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസമായി ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റണില്ല കേട്ടോ. ഇപ്പം ഈ ടൈമിൽ നിന്ന് പഠിക്കാൻ എനിക്ക് നല്ല ഉഷാറായിട്ട് ഞാൻ വന്നിരുന്ന് പഠിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതാ കാരണം കൊണ്ട് വരും, അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് ഇരുന്ന് കഥയും. അപ്പം ഞാൻ ആ ബുക്ക് മടക്കി വെച്ചാൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ തൊടൂല. പിന്നെ പിറ്റേന്ന് എനിക്കങ്ങനെ ചിലപ്പോൾ ഒരു മൂഡ് ഉണ്ടാവണമെന്നില്ല. മൂഡുള്ള സമയത്ത് അങ്ങനെയൊക്കെ പോകണം. അപ്പം ഇൻഷാ അള്ളാ ഇനി എക്സാമിന് പഠിക്കണം, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പം ഇനി ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ 5 എക്സാമാണ് ഇപ്പം ഞാൻ അടുത്ത മാസം എഴുതുന്നുള്ളൂ കേട്ടോ. ബാക്കി 3 ഞാൻ ഡിസംബറിലേക്കാണ് എഴുതുന്നത്. നമുക്ക് 2 മാസമായിട്ട് ഇങ്ങനെ എഴുതാം. അപ്പം ഞാൻ ഡിസംബറിലാണ് 3 എഴുതുന്നത്. 5 അടുത്ത മാസം എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 5 എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം. കാരണം നമുക്ക് സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്ക് മിക്സ് ആയിക്കണ്ടിട്ടുണ്ടെങ്കിൽ പാടണം. അപ്പം നമ്മൾ പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ വിഷയമില്ലല്ലോ. പിന്നെ പഠിക്കാൻ കണ്ടിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. പിന്നെ എന്താ പറയുക, ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ പഠിക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നല കേട്ടോ. പിന്നെ ഇക്കാക്ക് ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണമെന്നുണ്ട്. സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടെ. ക്ലാസ്സിൻ്റെ അഡ്മിഷനും അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഇൻഷാ അള്ളാ എന്തായാലും 3 വർഷം എനിക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ കൂടുതലൊന്നും ഇല്ല. എനിക്ക് കൂടുതൽ സമയം ഇങ്ങനെ നീട്ടി വ്ലോഗ് എടുക്കാൻ താല്പര്യമില്ല കേട്ടോ. കേട്ടിരിക്കുന്നവർക്കും ബോറടിക്കും, പറഞ്ഞ് എനിക്കും ബോറടിക്കും. അതിനിടയ്ക്ക് പെണ്ണെണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർത്തണതൊരു എൻജിൻ ഉണ്ടാവില്ല. പിന്നെ ചെറിയ ആഴ്ച ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. കാരണം പിള്ളേർക്ക് സ്കൂൾ തുറക്കാറായി. ഏതാനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനായിട്ട് ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, എങ്ങും കൊണ്ടുപോയിട്ടില്ല. കാരണം ഹോസ്പിറ്റല്, ഡെലിവറി, കുഞ്ഞ്, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നു. അപ്പം ഞാനും ചിഞ്ചും കൂടിയിട്ട് ട്രിപ്പ് പോകണ്ട. ഞാനും ചിഞ്ചു അല്ല, ചിഞ്ചു ഫാമിലി, ഞാനും ഫാമിലി. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോവാണ്. അപ്പോൾ ഈ ശനി ഞായർ 2 ദിവസത്തെ കേട്ടോ, ചെറുതാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ വരും. അപ്പം എല്ലാവരും കയറി കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും ചെയ്യാണ്ട് കാണാട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെന്താണ്, ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുള്ളൂ, എന്നാലാണ് വ്യൂസൊക്കെ കയറുള്ളൂ. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇനി നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ വരുന്നതാണ് കേട്ടോ. എല്ലാവരും കാണാം.